ഉദയൻ, ഒരു കൊല്ലം കൂടി മതി കരിമലക്കോട്ടയിലെ ജോലി. ഇളവരശനും അവിടുത്തെ കാര്യത്തിൽ അത്ര താല്പര്യമൊന്നുമില്ല. 18 മലകളിലും ചോളപ്പതാക പാറിക്കുന്നതിനേക്കാൾ ഹിമാലയം പിടിച്ചെടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ മോഹം. താൻ തിരികെ മലനാട്ടിലേക്ക് പോക്കോ. ആവശ്യത്തിനുള്ള പടയാളികളെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ തിരികെ അയക്കണം. അവർക്കിവിടെ ഇനി ജോലിയുണ്ട്. പകുതി അവിടെ നിർത്തിക്കോ. ഇവിടുന്ന് പറയും പോലെ. പിന്നെ ഒരു കാര്യം കൂടി, പരാന്തകൻ തുടർന്നു. കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കിട്ടാവുന്നതൊക്കെ എടുത്തോളണം. ഒരു കൊല്ലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉദയൻ പെരിഞ്ചോളൻ മോശക്കാരനാണെന്ന തോന്നൽ രാജസ്ഥാനത്തിനുണ്ടാകരുത്. തനിക്ക് അവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാജസ്ഥാനത്തിന് താൻ പ്രിയപ്പെട്ടവനാകണം. അർഹിക്കുന്ന സ്ഥാനക്കയറ്റം കിട്ടണ്ടേ? ആ കാട്ടിൽ ഇനി നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഉത്തരവ്. താൻ ക്ഷീണം മാറിയിട്ട് തിരികെ മടങ്ങിക്കോ. പറഞ്ഞതെല്ലാം ഓർമ്മയിൽ വേണം. പരമാവധി സമ്പത്തുമായി വേണം തൻ്റെ ഇനിയുള്ള വരവ്. അയാൾ സമ്മതിച്ച് പുറത്തിറങ്ങി. ഉദയൻ ഒരേ സമയം നിരാശയും ആവേശവും തോന്നി. 5000 പടയാളികളിൽ പകുതി തിരികെ നൽകണമെന്നത് വലിയ നിരാശയാണ്. ഇനി നാട്ടുരാജ്യങ്ങൾ ആക്രമിക്കാൻ ഒരുമ്പിടുന്നത് ബുദ്ധിയല്ല, കരുത്തിൻ്റെ പകുതിയാണ് ചോരുന്നത്. പക്ഷേ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. കരിമലക്കോട്ടയിലും 18 മലകളിലും ഒരു കൊല്ലം കൊണ്ട് ഉദയൻ എന്ന പേര് നിറയും. മലകൾ വിറയ്ക്കും. നാട്ടിലെ മര്യാദയില്ലാത്ത വർഗത്തെയും കാട്ടിലെ പ്രാകൃത കൂട്ടത്തെയും ഞെരിക്കണം. ഇനി പടപ്പുറപ്പാടല്ല, കൊള്ളയാണ് വേണ്ടത്. ഇതുവരെ ചെയ്തതൊന്നുമല്ല എന്ന് അവർക്ക് തോന്നണം. സ്വയം മുന്നോട്ട് വന്ന ഒറ്റകൾ പറയണം, ഉള്ളതെല്ലാം എടുത്തോളാൻ. ഉദയൻ്റെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിടർന്നു.